പോലത്തെ ഒരു സിനിമയല്ല ഇത്. കാരണം ബില്ലയ്ക്ക് ഒരു പാട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് വന്ന് ധൈര്യമായിട്ട് കാണാം. ഇതിൽ അഭിനയിച്ചുള്ളവരെല്ലാം അടിപൊളിയാണ്. ഷൈൻ ടോം ചാക്കോയുണ്ട്, പ്രിയ വാര്യർ ഉണ്ട്. അടിപൊളി പടമാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ ഒന്ന് കാണാം. പക്ക എന്റർടൈൻമെന്റ് മൂവിയാണ്. ഒരു ലാഗുമില്ല സിനിമ. വിഷു ആഘോഷിക്കാൻ പറ്റിയ അടിപൊളി പടം. അജിത്തിന്റെ വിളയാട്ടം എന്ന് തന്നെ പറയാം. നമുക്ക് വില്ലയാണ് സിനിമ. ഒരുപാട് പല ഫാൻസിന് ട്രീറ്റ് അല്ല, എല്ലാവർക്കും ട്രീറ്റ് ആണ്. കാരണം ഇതിനകത്ത് നമ്മളെ കൊറിയും മോഹൻലാൽ വരെ ഉണ്ടെന്നുള്ളതാണ്. ഒരു സസ്പെൻസ് ഉണ്ട്. നിങ്ങളൊന്ന് ധൈര്യമായിട്ട് കണ്ടു. അടിപൊളി പടമാണ്. ഒരു രക്ഷയില്ല. ഇതിൽ ഒരു പല ഇത് കേട്ടോ. ഒരു അജിത്തിന്റെ ഫാൻസുകാർക്ക് ഫാൻ മെയ്ഡ് സിനിമ. അത് അടിപൊളിയായിട്ട് പുള്ളി തീർത്തിട്ടുണ്ട്. ധൈര്യമായിട്ട് തിയേറ്ററിൽ ചെറുപ്പക്കാർക്ക് എല്ലാം വന്ന് നല്ല എൻജോയ് ആയിട്ട് പോകാൻ പറ്റും. കിടിലം പടം. അടുത്ത് കണ്ടതിലെ ഏറ്റവും നല്ല പടം. ഒരു രക്ഷ തകർപ്പൻ പടം. അടിപൊളി പടം, നല്ല പടം. എല്ലാരും പോയി കാണണം. മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യണം. കൊള്ളാം. പക്ഷെ ഒരു രക്ഷയില്ല. ഫുൾ എനർജി പടമാണ്. ഒരു ലാഗുമില്ല. അവസാനം വരെ നമുക്ക് ഫുൾ എന്റർടൈൻമെന്റ് പടം. അടിപൊളി. ജി വി പ്രകാശിന്റെ മ്യൂസിക് ഒക്കെ കിട്ടിലോ. ஜி பிரகாஷ் சரியான படம். ஜி பிரகாஷ் அப்படியே பேக்ரவுண்ட்ல நீங்க அப்படியே காதுல கேட்டுக்கிட்டே இருக்கும். நீங்க ஜி பிரகாஷ் தெரிக்க விட்டாப்ல மாஸ், பயங்கர மாஸ். கண்டிப்பா ஹாலிவுட் ஃபிலிம். ஆமா, மேக்கிங்லாம் பயங்கர ஹாலிவுட் படம் மாதிரி இருக்கு. மேக்கிங்லாம் ஹாலிவுட் படம் மாதிரி இருக்கு. சரியான படம். எல்லாரும் போய் காணுங்க.